മുന്നിലേക്ക് പോകുന്തോറും ഉൾഗ്രാമങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ബോർഡാണ്. ബെല്ലൂർ എന്ന് പറയുന്ന പ്രദേശം കഴിഞ്ഞ് ഇനിയുള്ളത് മദനപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബെല്ലൂരിൽ നിന്നും മദനപ്പള്ളിക്ക് ഏകദേശം 40 കിലോമീറ്ററോളം ഡിഫറൻറ്റ് വരുന്നുണ്ട്. പോകുന്ന റോട്ടിലൊക്കെ തന്നെ മനോഹരമായിട്ടുള്ള പച്ചയിൽ പൊതിഞ്ഞ ഇതുപോലത്തെ കൃഷിയിടങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കൃഷി കൂടുതൽ നടക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജീവിത രീതിയിലുള്ള ആളുകളെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പെട്രോൾ ബങ്കൊക്കെ ഈ റോട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ നടു റോട്ടിലായിട്ട് ഇതുപോലത്തെ ഒരു ഫില്ലർ കിടക്കുന്നത് കണ്ടപ്പോഴാണ് ഞാനാകെ നെട്ടിപ്പോയത്. റോഡിൻ്റെ വലിപ്പവും കവാടത്തിൻ്റെ വലിപ്പവും കൂടിയാണ് ഞാനിങ്ങനെ ആലോചിച്ചത്. സൈഡിലായിട്ട് ഈ കാണുന്ന കവാടം പോലത്തെ ഈ ഒരു സംഭവം ഖബറുകളുടെ ഒരു അടയാളമായിട്ടാണ് കാണപ്പെടുന്നത്. റോഡ് നേരെയാണെങ്കിലും ഗൂഗിൾ മാപ്പ് നമ്മൾ ചതിക്കും എന്ന് പറയുന്നത് ഇതിനൊക്കെയാണ്. ഈ കാണുന്ന റോട്ടിലൂടെ വരാനാണ് ആദ്യം ഗൂഗിൾ മാപ്പ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ റോഡ് കാണാത്തത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് നല്ല റോട്ടിലൂടെ വന്നപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു സ്ഥലത്ത് എത്തിയെങ്കിലും പിന്നീടാണ് ഈ ഒരു സ്ഥലത്തേക്ക് വന്നപ്പോൾ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതൊരു മെയിൻ റോഡാണ്. ഇത്രത്തോളം ഉള്ളേരിയയിലൂടെയാണ് നമ്മളെ ഈ റോഡ് കൊണ്ടുപോകുന്നത്. ബോർഡായതുകൊണ്ടായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കർണാടകയും ആന്ധ്രാപ്രദേശും കൂടി അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് ബെല്ലൂർ. നമുക്ക് ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ വെള്ളലഭ്യത കുറവുള്ളതായിട്ടാണ് പല ഏരിയയിലും കാണാൻ സാധിക്കുന്നത്. ക്ഷീരകർഷകരെ കാണാൻ സാധിക്കുന്നുണ്ട്. ആട്ടിൻകുട്ടികളൊക്കെ തന്നെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ചെമ്മരി ആടുകളെ പോലത്തെ ആടുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തോട്ടത്തിൽ കുറച്ച് സ്ത്രീകളൊക്കെ തന്നെ ഇങ്ങനെ വർക്കെടുക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ചെയ്ത കൃഷിയുടെ ബാക്കി ആരംഭിക്കുകയാണ് എന്ന് തോന്നിപ്പോകും. കാരണം പുല്ലുകളൊക്കെ തന്നെ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. വെള്ളലഭ്യതയുടെ കുറവ് കാരണമായിരിക്കാം ഈ ഒരു ഏരിയയിൽ കൃഷി നിർത്തി പോകുന്നത് എന്ന് തോന്നിപ്പോകും. തക്കാളികളൊക്കെ തന്നെ വാടിയ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എത്ര മനോഹരമായിട്ടാണ് തക്കാളി വള്ളികൾ ഇങ്ങനെ പടർത്തി വിട്ടിട്ടുള്ളത് എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചത്. ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് തക്കാളികളൊക്കെ തന്നെ ഇങ്ങനെ ചാടി ചീഞ്ഞു പോയ കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്ന മദനപ്പള്ളി എന്ന് പറയുന്ന പ്രദേശം തക്കാളി മാർക്കറ്റിന് പേര് കേട്ടൊരു പ്രദേശമാണ്. ഏഷ്യയിലെ ഒരു ഏറ്റവും വലിയ തക്കാളി മാർക്കറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലെ ഒരു തടാകം കാണാൻ സാധിക്കുന്നുണ്ട്. ഒഴുക്കുള്ള ജലമൊന്നുമല്ല, കെട്ടി നിൽക്കുന്ന ജലമാണ്. ആ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഇതിന് ഷട്ടറുകളൊക്കെ കൊടുത്തതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.